നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രയുടെ 71-ാം ദിവസമാണ്. കഴിഞ്ഞ എപ്പിസോഡിലെ ബസാർ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെ ബസാറിലൊക്കെ ചുറ്റി നടന്ന് കുറേ അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞാൻ ലാസ്റ്റ് അസോമിൻ്റെ അടുത്തെത്തി. അസോമിൻ്റെ കടയും അവൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം കണ്ടു. എന്നെ കാണാൻ കൂടിയ ആൾക്കാരാണ്. ഇന്നത്തെ കറക്കം എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ കുറച്ച് ടയേർഡായിരുന്നു. എന്നാൽ പിന്നെ നേരെ റൂമിൽ പോയി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. നേരെ നമ്മുടെ തുൽക്കൻ്റെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിടിച്ചോണ്ട് പോവാണ്. നോ പ്രോബ്ലം. നമ്മുടെ തുൽക്കൻ്റെ ഒരു ഫ്രണ്ടാണ്. ഇപ്പൊ സംശയമായിട്ട് കയറി വന്നു. നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്ന ഈ നാട്ടിലെ കിടിലൻ ലാൻഡ്സ്കേപ്സ് കാണാനാണെങ്കിൽ ഐ എം സോറി, ഞങ്ങളിവിടെ ഫുഡ് അടിയിലാണ്. ഒരു ചെൽസി ഫാൻ്റെ കൂടെ ചെൽസി മാച്ച് കാണാനാണ് ഇവിടെ. And it's like 2-4 3-4 happy ആയിട്ടുണ്ട് ഇവിടെ ആളെ. പൊളി ഗോൾ അടിപൊളി ഗോൾ. നടക്കുന്നു. അങ്ങനെ വീട്ടിൽ സംശയമൊക്കെ അടിച്ച് ചെൽസിയുടെ കളിയൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അസീസിൻ്റെ വിളി വരുന്നത്. ബാബു ചുമ്മാ നടക്കാൻ പോകാമെന്നും പറഞ്ഞ്. അസീസിൻ്റെ അന്നത്തെ കച്ചവടം കഴിഞ്ഞു, ഷോപ്പൊക്കെ പൂട്ടിയിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്ന വഴിക്കാണ് അവിടെ ഒരു കല്യാണം നടക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. ഞാൻ അസീസിനോട് അങ്ങോട്ട് ചോദിച്ചു, നമുക്ക് കയറി ചെന്നാലോ? ഈ വിളിക്കാത്ത കല്യാണത്തിന് പോകുന്ന ഒരു ചെറിയ അഡ്വഞ്ചറാണല്ലോ, പ്രത്യേകിച്ച് വേറൊരു രാജ്യത്ത്. അങ്ങനെ ഞാൻ അസീസിനെ നിർബന്ധിച്ച് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് കയറി ചെന്നു. അവിടെ വിളിക്കാത്തൊരു കല്യാണം കൂടാൻ പോയതിൻ്റെ കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. വീഡിയോയുടെ ടൈറ്റിൽ എല്ലാവരും കണ്ടപോലെ തന്നെ ഒരു ഉസ്ബെക്ക് കല്യാണം കൂടണം എന്നുള്ള ആഗ്രഹമായിട്ട് കയറി ചെന്നാൽ ഞങ്ങളെ അവരവിടെ നിന്ന് ഇറക്കി വിട്ടു. പക്ഷേ വളരെ മാന്യമായിട്ടാണ് ഇറക്കി വിട്ടത്. ഞാൻ വളരെ ഹാപ്പിയാണ്, എന്തായാലും അവർ തല്ലിയില്ലല്ലോ. അങ്ങനെ ഫുഡ് അടിക്കാൻ പറ്റാഞ്ഞതിൻ്റെ വിഷമത്തിൽ ഞാനും അസീസും കൂടെ നേരെ ഒരു ബർഗർ ഷോപ്പിലെത്തി. ഇവിടെ നിന്ന് ഓരോ ബർഗർ അടിക്കാനുള്ള പരിപാടിയില്ല. വീട്ടിൽ വെറുതെ കുത്തിയിരുന്ന എന്നെ പൊക്കി എടുത്തുകൊണ്ട് പോകുന്ന ഒരു വെഡ്ഡിങ്ങിന് കൊണ്ടുപോയി. ഞങ്ങളിപ്പോൾ ഓരോ പെപ്സിയും കോഫി അടിക്കാൻ പോകുന്നു. ആൻഡ് ഓൾറെഡി വി ഹാഡ് സ്നിക്കേഴ്സ്. See you in India, man.
Okay. Promise me you will come to India. Okay. You'll come to India. Yeah. Tamam. Cheers, my brother. Cheers to Uzbekistan. Denau, Mumbai. Yeah. Denau, Mumbai. After 1 month, നമ്മുടെ Aziz will start his new business. Hamburger center. Hamburger Center Yeah, in city center. in Denau, Mumbai. Yeah. Are you taking with them? Yes, I'm taking video. Next time when I come to Denau, Mumbai, I will have Of course, burger from of your course. house. In my hamburger center. Tamam. Good luck for you, brother. Good luck. Oh, thanks. പൊളിച്ചാടുക്ക്. Very good. ഞാനും അസീസും കൂടെ മറ്റേ കല്യാണത്തിന് പോയ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എല്ലാവരും കണ്ടായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തു. നൈസായിട്ട് അവിടെ കറങ്ങി തിരഞ്ഞൊക്കെ അപ്പോഴത്തേനും ഒരു പുള്ളി പെണ്ണിൻ്റെ വീട്ടുകാരാന്ന് തോന്നുന്നു എന്നോട് തോന്നിട്ട് പറഞ്ഞു വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല. നൈസായിട്ട് വളരെ മാന്യമായിട്ട് ഇപ്പോൾ കൊള്ളാൻ പറഞ്ഞു, ഇറക്കി വിട്ടു ബേസിക്കലി. അപ്പം നമ്മുടെ തുൽക്കൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിന്നെ ഞാൻ ഇന്നൊരു കല്യാണത്തിന് കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ ഒരുക്കി കുട്ടപ്പനായി നിൽക്കുകയാണ്, ഞങ്ങളൊരു കല്യാണത്തിന് പോകുക. അങ്ങനെ ഉസ്ബെക്ക് കല്യാണം കൂടാൻ പറ്റിയില്ലെന്നുള്ള നമ്മുടെ വിഷമം അറിഞ്ഞ തുൽക്കൻ പിറ്റേ ദിവസം തന്നെ നമുക്കൊരു കല്യാണം സെറ്റാക്കി തന്നിട്ടുണ്ട്. ആ കല്യാണത്തിൻ്റെ വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, റഹ്മത്ത്, തസ്വദാനിയ.